സോ ആദ്യമായി തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് ഇങ്ങനൊരു വിൻഡോയിലേക്ക് ആയിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പ്രീവിയസ്ലി എടുത്ത ഫയലുകളാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ഇതല്ലാതെ ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂവും ഓപ്പൺ, ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യാനായിട്ടാണെങ്കിൽ ഓപ്പൺ, അതല്ല ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വന്നു കഴിയുന്ന വിൻഡോ ആണ് ന്യൂ ഡോക്യുമെൻറ്റ് വിൻഡോ. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിൽ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൂളുകൾ ഓൾറെഡി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടൂളുകളല്ല, ഇറ്റ്സ് എ പ്രീസെറ്റ്. ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കുന്ന ലെവലിലുള്ള ഫോട്ടോസ് 4x6 5x7 ഒക്കെ അതിൻ്റെ സൈസസിലാണ് വരുന്നത്. അത് പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാനായിട്ടും ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. പിന്നെ പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി B3 B2 പിന്നെ A4 A2 A3 ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സിനുള്ള ലീഗൽ സൈസസ്, അങ്ങനെയുള്ള കുറച്ച് സൈസസാണ് പ്രിൻറ്റിൽ വരുന്നത്. ആർട്ട് ആൻഡ് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി സ്ക്വയർഡ് ആയിട്ടുള്ള ഡ്രോയിങ്സിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രീസെറ്റ് ആയിരിക്കും അത് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ വന്നിട്ട് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ റെസൊല്യൂഷൻസ് ഉണ്ടാവുമല്ലോ, വിഡ്ത്തും ഹൈറ്റും ഇത്ര എന്നുള്ളതിന്. അപ്പോൾ പല ടൈപ്പ് വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള പ്രീസെറ്റുകളാണ് ഇവിടെ ഓൾറെഡി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയുള്ളൂ, മനസ്സിലാവും കേട്ടോ. അടുത്തത് മൊബൈൽ ഡിവൈസസിനും പിന്നെയുള്ളതാണ് ഫിലിം ആൻഡ് വീഡിയോ. അതായത് 1080p വീഡിയോയ്ക്കോ അല്ലെങ്കിൽ HD 720p വീഡിയോയ്ക്കോ വേണ്ടിയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ചില കണ്ടൻറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജസും കാര്യങ്ങളൊക്കെ വയ്ക്കുമല്ലോ നമ്മൾ. അപ്പോൾ അതൊക്കെ കറക്റ്റ് സമയത്തിന് അതൊക്കെ കറക്റ്റ് രീതിയിൽ തന്നെ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ പ്രീസെറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രീസെറ്റ് യൂസ് ചെയ്യേണ്ട ഒരു കസ്റ്റം സൈസാണ് വേണ്ടത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഡോക്യുമെൻറ്റിൻ്റെ പേര് നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഫയലിനാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാമല്ലോ, ഒരു റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് പോർട്രേറ്റ്, ഇത് ലാൻഡ്സ്കേപ്പ്. ഓക്കെ, ഇവിടെ വിഡ്ത്തും ഹൈറ്റും ചേഞ്ച് ചെയ്യാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഏത് ഓറിയൻറ്റേഷനിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക. ദെൻ എത്ര റെസൊല്യൂഷനിലാണ്, ഇപ്പോൾ ഡിജിറ്റലായിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ ഡിജിറ്റൽ ഡിവൈസസിന് 72 ppi എന്നാണ് പറയുക, പിക്സൽസ് പെർ ഇഞ്ച്, അത്രേ ആവശ്യമുള്ളൂ. എങ്കിലും നമ്മൾ നല്ലൊരു ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 300 ചെയ്യാം. ദെൻ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, 72 ppi മാറ്റാവുന്നതേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ നമുക്ക് കളർ മോഡ് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഡിജിറ്റൽ പർപ്പസിന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ RGB കളർ മോഡ് യൂസ് ചെയ്യുക. പ്രിൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ CMYK യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതലും കളേഴ്സ് തമ്മിലുള്ള വേരിയേഷൻസ് ഒക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെയാണ് ഡിഫോൾട്ട് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറാണ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. നമുക്കത് മാറ്റി ബ്ലാക്കോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു കസ്റ്റമായിട്ടുള്ളൊരു കളർ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ PNG അല്ലെങ്കിൽ ടർഗ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു വർക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റോ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആവും. ഇനി നമ്മുടെ യൂസർ ഇൻ്റർഫേസിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ കാണുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ഫയൽ എഡിറ്റ് ഇമേജ് ലെയർ എന്നുള്ള മെയിൻ മെന്യൂസ് കൺസിസ്റ്റ് ചെയ്യുന്ന ഭാഗം. ഇതിന് പറയുന്ന പേരാണ് മെയിൻ മെനു ബാർ. ഇനി റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മുടെ മിനിമൈസ്, മാക്സിമൈസ് ആൻഡ് ക്ലോസ് ബട്ടൺസ്. അതിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന ഈ ഒരു പാനലാണ് നമ്മുടെ ഓപ്ഷൻ ബാർ അല്ലെങ്കിൽ സബ് ടൂൾ ബാർ എന്ന് പറയുന്ന ഭാഗം. ഓരോ ടൂളുകളെയും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഓപ്ഷനുകൾ ഇവിടെ ചേഞ്ച് ആവും കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഇനി ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നതാണ് നമ്മുടെ ടൂൾ ബോക്സിൻ്റെ ഏരിയ. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ടൂളുകൾ. അപ്പോൾ ടൂളുകളെല്ലാം തന്നെ കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗത്തിൻ്റെയാണ് നമ്മൾ ടൂൾ ബോക്സ് എന്ന് പറയുക. ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും ഒരു കാറ്റഗറി ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ സെലക്ഷന് വേണ്ടിയിട്ടും, ഇവിടെ കാണുന്നത് ക്രിയേഷനും എഡിറ്റിനും വേണ്ടിയിട്ടും, പിന്നെ അതിന് തൊട്ട് താഴെ വരുന്നത് കളേഴ്സ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ളതും, പിന്നെ വരുന്നത് വെക്റ്റർ അല്ലെങ്കിൽ ടൈപ്പോഗ്രാഫി, ഡിസൈനിങ്, ലേഔട്ട് തുടങ്ങിയ ടൂളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു കാറ്റഗറീസ് അങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ മൂവ് ചെയ്യാനും സൂം ചെയ്യാനും ഫോർഗ്രൗണ്ട് കളറ്, ബാക്ക്ഗ്രൗണ്ട് കളറ് എന്നിങ്ങനെ 2 കളേഴ്സും പിന്നെ വ്യൂ പാനലിൻ്റെ കുറച്ച് ഓപ്ഷൻസുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു സീനിലെ ഏറ്റവും വലിയ ഭാഗമെന്ന് പറയുന്നതാണ് നമ്മുടെ വർക്ക് സ്പേസ് അല്ലെങ്കിൽ വർക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ ഈ കാണുന്നതാണ് ഫയലിൻ്റെ നെയിം, ഈ കാണുന്നതാണ് റൂളേഴ്സ്. അപ്പോൾ ഈ കാണുന്ന 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ന്യൂമറിക്കലായിട്ടുള്ള വാല്യൂസ് കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ റൂളേഴ്സ്. ഓക്കെ,
ഇനി റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തിനെ പറയുന്നതാണ് പാനൽസ് എന്ന് പറയുന്നത്. നമ്മുടെ പാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഡിഫോൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് ലെയേഴ്സ് പാനൽ ഉണ്ടായിരിക്കും, പാത്സ്, ചാനൽ, ഇത്തരം കാര്യങ്ങൾ വന്നിട്ട് ഡിഫോൾട്ടായിരിക്കും. നമ്മൾ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു ലെയർ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. നമുക്കിപ്പോൾ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലെയർ കൂടിയേ തീരൂ. അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം നമ്മുടെ ടൂൾ ബോക്സിൽ നിന്ന് ഒരു ഡെമോൺസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ ബ്രഷ് ടൂൾ എടുക്കുന്നു. അതിലേക്ക് നമുക്ക് കളേഴ്സിനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന കോർണറിൽ കാണുന്ന ഒരു സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യണേ. ഇതിൽ വന്ന് ബ്ലാക്ക് കളർ ഞാൻ ചൂസ് ചെയ്തു, ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് ആഡ് ആയിരിക്കുന്നു ഈ ഒരു ലെയറിലാണ്. ഇനി ഞാൻ അടുത്തതായിട്ട് ഒരു കളർ ചൂസ് ചെയ്യുന്നു. നമുക്ക് ആ കളറിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കളർ പിക്കർ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്ന് ഇഷ്ടമുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അടുത്ത കളറും ആഡ് ചെയ്തു. അപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്കും റെഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് ബ്ലാക്കിൻ്റെ മുകളിലാണ് റെഡ് കളർ ഇപ്പോൾ വന്നിരിക്കുന്നത്. എനിക്കിതിൽ നിന്ന് റെഡ് കളർ മാത്രം റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ടൂൾ ബോക്സിൽ വന്നതിന് ശേഷം താഴെ കാണുന്ന ഇറേസർ ടൂൾ എടുത്തിട്ട് മായ്ക്കും. ഇപ്പോൾ ഇറേസറിൻ്റെ സൈസ് വളരെ കൂടുതലാണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ബ്ലാക്കും കൂടെ പോയിട്ടുണ്ട്. കൺട്രോൾ ഓൾട്ട് സെഡ് ആണ് അൺഡു. ഇനി എനിക്ക് ബ്രഷിൻ്റെ സൈസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കീബോർഡിലെ ഓൾട്ട് കീ ഹോൾഡ് ചെയ്തതിന് ശേഷം റൈറ്റ് മൗസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റെഡ് കളറിൽ കാണിക്കും. ദെൻ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് കുറയുന്നതായിട്ടും റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് കൂടുന്നതായിട്ടും നമുക്ക് കാണാം. എന്നതോടൊപ്പം തന്നെ ഇത് മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എഡ്ജസ് വന്നിട്ട് സ്മൂത്ത് ആയിരിക്കും, താഴേക്കാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിരിക്കും. അതായത് ഹാർഡ്നെസ് ആണ് താഴേക്കും മുകളിലേക്കുമുള്ള മൂവ്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം ഞാൻ സൈസ് കുറച്ചു, ഈ ഒരു റേഞ്ചിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ മായ്ക്കാനായിട്ട് ബ്ലാക്ക് മായ്ച്ച് വരുന്ന സമയത്ത് റെഡിൻ്റെ ഭാഗത്തുമ്പോൾ റെഡും കൂടെ മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. കാരണം അത് രണ്ടും കൂടെ ഒരൊറ്റ ലെയറിലാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ തിരിച്ചു വന്നിട്ട് ഒരു പുതിയ ലെയർ, ഈ ലെയർ പാനലിലെ താഴെ റൈറ്റ് സൈഡിൽ ഈ കാണുന്നതാണ് ക്രിയേറ്റ് ന്യൂ ലെയർ എന്നുള്ള ഐക്കൺ. അതിനൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു പുതിയ ലെയർ 2 അവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിൽ വന്ന് ഞാൻ ബ്രഷ് ടൂൾ വീണ്ടും സെലക്ട് ചെയ്ത് റെഡ് കളർ തന്നെയാണ് അപ്ലൈ ചെയ്യണു. ഓക്കെ, ഇനി വീണ്ടും ഞാൻ ഇറേസർ ടൂൾ എടുത്ത് കഴിഞ്ഞിട്ട് മായ്ക്കുകയാണെന്ന് വയ്ക്കുക. ഇപ്പോൾ റെഡ് മാത്രമേ മായുന്നുള്ളൂ എന്ന് മാത്രമല്ല, ടൂൾ ബോക്സിൽ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായി കാണുന്നതാണ് നമ്മുടെ സെലക്ഷൻ ആൻഡ് മൂവ് ടൂൾ എടുത്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്റ്റഡ് ആയി. ദെൻ മൂവ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ആ ഒരു ലെയറിനെ മാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇതാണ് ലെയറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലെയർ ഇട്ടിട്ട് വേണം നമ്മൾ ആദ്യമേ ചെയ്ത് പഠിക്കാനായിട്ട്. ഇനി മറ്റ് കുറച്ച് ഓപ്ഷൻസും പാനൽസും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി, ദെൻ ഡിവൈസ് പ്രിവ്യൂ, ബ്രഷ്. ഇപ്പോൾ ബ്രഷിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്താൽ മാത്രമാണ് ആ ഓപ്ഷൻസ് ഇനബിൾ ആവുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെയാണ് ഇവിടെ ടോപ്പിൽ കാണുന്ന ഓപ്ഷൻസും. നമ്മൾ ഏതൊരു ടൂളിനെ സെലക്ട് ചെയ്യുന്നോ ആ ടൂളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓപ്ഷൻസാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഓപ്ഷൻസ് ബാർ അല്ലെന്നുണ്ടെങ്കിൽ സബ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കാണുന്നതാണ് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ സൈസ്. ഇതിനുള്ളിലുള്ള ഭാഗം മാത്രമാണ് നമുക്ക് സേവ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. സൂം ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന മാഗ്നിഫൈയിങ്, അതായത് സൂം ടൂൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് സൂം ആവുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താലും മതി. സൂം ഇൻ ആൻഡ് സൂം ഔട്ട്, അല്ലെങ്കിൽ ഓരോ ക്ലിക്ക് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂം ഔട്ട് ആവും. ഓക്കെ, ഇതേപോലെ തന്നെയാണ് സെലക്ഷൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ മുകൾ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്കി സെലക്ഷൻ ടൂളുകളാണ് വന്നിരിക്കുന്നത്. എനിക്കൊരു ഭാഗം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കി സെലക്ഷൻ ടൂളുകൾ എടുക്കാം. ഈ സെലക്ഷൻ ആയിക്കൊണ്ടിരിക്കലെ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണേലും കൊണ്ടുവയ്ക്കാം. എന്നാൽ ഈ സെലക്ഷൻ ഇരിക്കുന്ന സമയത്ത് മൂവ് ടൂളാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം കട്ടായിട്ട് മാറും. ഓക്കെ, ഇനി ഈ സെലക്ഷനെ കളയാനായിട്ട് കൺട്രോൾ D ആണ് ഷോർട്ട് കട്ട്. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ടൂളുകൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുമ്പോഴും. ലാസോ ടൂളുകൾ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓരോ ടൂളുകളും ഞാനിപ്പോൾ ഒരു റഫായിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. കൺട്രോൾ D അടിച്ച് കഴിഞ്ഞാൽ ഡി സെലക്ഷൻ. ദെൻ പോളിഗണൽ ലാസോ ടൂള് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് സെലക്ഷൻ മേക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ടേബിളോ ചെയറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒബ്ജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ടൂളാണ് കുറച്ചും കൂടെ നല്ലത്. അതല്ല മറിച്ച് വല്ല ഫ്രൂട്ടോ ഓർഗാനിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക്
ലാസോ ടൂളിന് ഉപയോഗിക്കാം. അതല്ല നമുക്ക് എഡ്ജസ് ഒക്കെ ഡിറ്റക്ട് ചെയ്ത് ഫാസ്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ലാസോ ടൂളിന് ഉപയോഗിക്കാം. ആ ഷേപ്പിനനുസരിച്ച് അത് വർക്ക് ചെയ്യും. ഇൻ കേസ് അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെ പോയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പകരം നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് മൗസ് ബട്ടൺ ഡബിൾ ക്ലിക്ക്, സെലക്ഷൻ മേക്കാവും, എൻ്റെ സെലക്ഷനാണത്, കൺട്രോൾ ഡി അടിക്കുക. ഓക്കെ, സൂം ചെയ്യാൻ മറ്റൊരു ഓപ്ഷനാണ് കൺട്രോൾ ഹോൾഡ് ചെയ്യുക, കീബോർഡിലെ പ്ലസും മൈനസും ഉപയോഗിക്കുക. ഇപ്പോൾ ഇൻ കേസ് ഞാനിങ്ങനെ സൂം ചെയ്ത് വെച്ചു, എനിക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പേസ് ബാർ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഹാൻഡ് ടൂൾ ഇനബിൾ ആവും. ദെൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡോക്യുമെൻറ്റിനെ കാണാനായിട്ട് സാധിക്കും. കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഞാൻ സ്ക്രോളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ഓപ്ഷനും ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ യൂസർ ഇൻ്റർഫേസിനെ കുറിച്ച് അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം. ഫയലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫയലിനെ ഓപ്പൺ ചെയ്യാനും സേവ് ചെയ്യാനും തുടങ്ങിയ ഓപ്ഷൻസുകളാണ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഫയൽ ലിങ്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കാനോ തുടങ്ങിയ ഓപ്ഷൻസൊക്കെ ഇവിടെ തന്നെ കിട്ടും. എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോക്യുമെൻറ്റ് സംബന്ധമായിട്ടുള്ള എഡിറ്റിംഗ്, അത് അൺഡു റീഡു, അതുപോലെ ഫിൽ ചെയ്യണോ ഫിൽ ചെയ്യേണ്ടത്, പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ റിലേറ്റ് ചെയ്തുള്ള പ്രിഫറൻസും കളർ സെറ്റിങ്സും ഒക്കെ എഡിറ്റിലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇമേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ വേറെ ഓപ്ഷൻസ് വരാത്തത്, ഞാനിവിടെ ലെയർ സെലക്ട് ചെയ്തിട്ടില്ല. ഞാനൊരു ലെയർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്ഷൻസൊക്കെ ഇനബിൾഡ് ആയിരിക്കും. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കളർ കറക്ഷനും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഇതിൽ വരുന്നത്. ഓക്കെ, പിന്നെ ട്രിം, ക്രോപ്പ് തുടങ്ങിയ ഓപ്ഷനുകൾ. ലെയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ലെയർ ഗ്രൂപ്പ് ചെയ്യാനായിട്ടാണെങ്കിൽ അങ്ങനെ, അറേഞ്ച് ചെയ്യാനായിട്ടുണ്ട് അങ്ങനെ, ലോക്ക് ചെയ്യാനായിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഓപ്ഷൻസൊക്കെയാണ് ലെയേഴ്സിൽ വരുന്നത്. ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ്, ടൈപ്പോഗ്രാഫി റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസൊക്കെയാണ് അവിടെ വരുന്നത്. സെലക്ഷൻ ചെയ്യാൻ ലെയറിനെയോ അല്ലെങ്കിൽ ചില ഭാഗങ്ങളെയോ മാത്രമായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് സെലക്റ്റിനുള്ളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്ട്സ് ആണ് വരുന്നത്. 3D സംബന്ധമായുള്ള 3D ഫയലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മൂവ്മെൻറ്റ്സും ഡിസൈൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെനു സെറ്റ് ഉപയോഗിക്കാം. വ്യൂ ആണ് നമ്മുടെ ഈ കാണുന്ന വർക്ക് സ്പേസിനെയും അതിൻ്റെ ഉള്ളിലുള്ള ഓപ്ഷൻസിനെയും കൺട്രോൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ റൂളേഴ്സ് ഇപ്പോൾ ഓണാണ്, ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ഓഫ് ആയിട്ടുണ്ടായിരിക്കും. കൺട്രോൾ ആറാണ് റൂളേഴ്സിൻ്റെ ഷോർട്ട് കീ. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം സ്നാപ്പ് ഓൺ ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങളും ഗൈഡ് ലൈൻസൊക്കെ തുടങ്ങിയ എല്ലാവിധ ഓപ്ഷൻസും നമുക്കിവിടെ പ്രൊവൈഡഡ് ആണ്. വിൻഡോ ആണ് നമ്മുടെ പാനൽസിനെ ഇനേബിൾ ആൻഡ് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ലെയേഴ്സ് പാനൽ എനിക്കൊന്ന് മൂവ് ചെയ്ത് വെക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് മാറ്റാം. അതിനുശേഷം എനിക്കിവിടെ അറ്റാച്ച് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക, ഒരു ബ്ലൂ ലൈൻ വരും, ജസ്റ്റ് റിലീസ് ചെയ്യുക, അപ്പോൾ അവിടെ അറ്റാച്ച് ആയി ഉണ്ടാവും. സെയിം തന്നെ വീണ്ടും അവിടുന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്യുക, ലെഫ്റ്റ് മൗസ് ബട്ടൺ ദെൻ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇൻ കേസ് നിങ്ങളൊരു പാനൽ ക്ലോസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സസ് ചെയ്യുന്നത് വിൻഡോയിലൂരിയ ആ ലിസ്റ്റിൽ നിന്ന് ലെയേഴ്സിനെ ക്ലിക്ക് ചെയ്യുക. F7 ആണ് ലെയേഴ്സിൻ്റെ ഷോർട്ട് കട്ട്. നമുക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്ന കുറച്ച് ഷോർട്ട് കട്ടുകളും കാര്യങ്ങളും അടുത്ത ലെസണിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. യൂസർ ഇൻ്റർഫേസിൻ്റെ ലഘുവായിട്ടുള്ള ഒരു വിവരണമാണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടത്.